വർക്കൗട്ട്സ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവരും പറയും മടിയാണ്, വർക്കൗട്ട്സ് ചെയ്യാതെ എങ്ങനെ ഡയറ്റ് ചെയ്യാമെന്ന് ഒരു കാഴ്ചപ്പാടാണ്. ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് ചെയ്യാതെ എത്ര വർക്കൗട്ട് ചെയ്താലും ഒരു അടി പോലും വെയിറ്റ് കുറയത്തില്ല. മറിച്ച് അല്ലാതെ നമുക്ക് കുറയും. ചെറിയ രീതിയിൽ വാക്കിങ്ങോ കാര്യങ്ങളോ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. ഞാൻ എൻ്റെ 105 കിലോ ഉണ്ടായിരുന്ന സമയത്തും ആ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കിടക്കുന്നത്. നല്ല ആ കൈ ആണേലും എൻ്റെ വയറാണേലും എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കൂടെയുള്ള ട്രെയിനറാണ് എന്നെ അന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് ഓടിച്ചു വിടട്ടെ ചെയ്യുന്നത്. അതെ അതെ, ഏറ്റവും കൂടുതൽ കൈക്കുള്ള ആ വണ്ണം മാറാനായിട്ടുള്ള എക്സസൈസ്. അന്നത്തെ കൈയും ഇന്നത്തെ കൈയും നമ്മുടെ ആ തോന്നലാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ വർക്കൗട്ട്സിലൂടെ നമുക്ക് മെൻ്റലി വരാം പല ഇത് വേണ്ട. എൻ്റെ ബ്രദറായിരുന്നു അന്ന് എനിക്ക് ട്രെയിനർ. ആ ഒരു രൂപത്തിലും എനിക്ക് ചെയ്യാൻ പറ്റി. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ത്രെഡ്മില്ലാണ് കേട്ടോ ഇത്. ആഹാ 9 10. ഈ ഞാനും ഞാനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഞാനിപ്പോഴും ചെയ്യും കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ നിന്ന് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴും ഒക്കെ ഞാൻ വർക്കൗട്ട്സ് ചെയ്യും. എനിക്ക് അതിലൊന്നും ഒരു മടുപ്പുമില്ല. എൻ്റെ മക്കളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ നോക്കാനൊന്നും എനിക്ക് വേറെ ആരുമില്ല. ഞാൻ തന്നെ പണിയെടുക്കണം. ഞാൻ തന്നെയാണ് വീട്ടിലെ എല്ലാ പണി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് വേറെ ആരുമില്ല സഹായത്തിന്. എൻ്റെ 2 മക്കളെ സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കണം, എൻ്റേതായ കാര്യങ്ങൾ നോക്കണം. എല്ലാ വർക്കൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വയറും കാര്യങ്ങളും കണ്ട ഇന്ന് ഇതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ വയറെന്ന് പറയുന്നത്. അതായത് ഭയങ്കര നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കാണാം എൻ്റെ ആ ഒരു വയറെന്ന് പറയുന്നത്. ആ വയറും ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് മാഷാഅല്ലാ നിൽക്കുന്നത്. അപ്പോൾ ഡെലിവറി 2 C-സെക്ഷൻ കഴിഞ്ഞ വയറായത്. ഓക്കെ, ആ രൂപത്തിലേക്കും വയറും മാറും, വണ്ണവും മാറും, എല്ലാം മാറും. മനസ്സുണ്ടാ നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട്സും കാര്യങ്ങളും. ഞാൻ ഡംബിൾസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ത്രെഡ്മില്ലും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞാണ്. ഇതൊക്കെ നല്ലൊരു എക്സസൈസാണ്. വയറിൻ്റെ ആ ഒരു സൈഡൊക്കെ കുറയാനായിട്ട്, ഹിപ്പ് കുറയാനുമായിട്ട് നല്ല എക്സസൈസ്. വളരെ അധികം ചെയ്താൽ മതി. ഓടുകയോ ഒന്നും വേണ്ട. പിന്നെ ഈ എക്സസൈസ് അത് ചാടാൻ പറ്റും. ഹെവി വെയിറ്റ് ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തു പോയാൽ മതി. അതായത് സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ ചാടണ്ട. ചാടിയാൽ മുട്ടിന് വേദന എടുക്കും. ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇത്രയും നല്ല രീതിയിൽ ചെയ്തവർക്ക് മാത്രമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അന്നും ചെയ്തിട്ടുണ്ട് വർക്കൗട്ട് വീഡിയോ. അപ്പം നമ്മളുണ്ടാവും. ഞാൻ ഡംബിൾസ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലെ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ചെറിയ പിള്ളേരെയും കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയരുത്. ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഡയറ്റ് തുടങ്ങിയ സമയത്ത് പാൽ കുടിക്കുന്ന കുഞ്ഞായിരുന്നു ഇവൻ്റെ. 1.5 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങിയത്. അവൻ കാണിക്കുന്ന നോക്കി. അപ്പം നമുക്ക് പറ്റാതൊന്നുമില്ല, നമുക്ക് പറ്റും. ഇതെല്ലാം ചെയ്യണമെന്ന് മാത്രം. ഒരാളെനിക്ക് നല്ല രീതിയിൽ പിന്തുണ ഉണ്ടായിരുന്നു കേട്ടാ. ആ സൗണ്ട് കേട്ടാ ഞാൻ നിർത്തും. ഞാൻ പറ്റാതാകുമ്പോ പറയും പറ്റും 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 എന്ന് പറഞ്ഞ എന്നെ പിന്നീന്ന് തള്ളി തന്ന ഒരാള്. നമുക്ക് പറ്റും ഇതെല്ലാം.